ഈ ഹിന്ദി പാഠ ക്ലാസ്സിൽ പഠിപ്പിക്കുവാനായി മരിച്ചുപോയ നാടകാചാര്യനായ ശ്രീ NN പിള്ളയെ നിയമിക്കുന്നു. ഈ ഹിന്ദി ക്ലാസ്സിൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും വരികയുണ്ടായി ഹിന്ദി പഠിക്കുവാൻ. ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് നമുക്കെല്ലാം വേണ്ടപ്പെട്ട കേരളത്തിലെ ഒരു മുൻ മന്ത്രി. ഉദ്ഘാടന ദിവസം തന്നെ മോഹൻലാലും ഇന്നസെന്റും ഒരല്പം വൈകിയാണ് ഈ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഡൽഹിയിലെ ഒരു ബാറിൽ നിന്നും നന്നേ മദ്യപിച്ചിട്ടാണ് മോഹൻലാലും ഇന്നസെന്റും ഉദ്ഘാടന ദിവസം ഹിന്ദി പാഠ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. രസകരമായ ഈ ഹിന്ദി പാഠ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നല്ല ഫിറ്റാണ്. ഡൽഹിയിൽ കൂടി ഇങ്ങനെ നടന്ന് വെള്ളമൊടിച്ച് കറങ്ങി നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അല്ലടോ, എന്താണോ എന്നച്ച ഇയാളൊന്നും വിട്ടാത്തത്? എനിക്ക് മനസ്സിലായി. കണ്ണു കുടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര രസമാണ്. എടോ എന്നച്ച ഇയാൾ ഇപ്പൊ ഇന്ന് ഏതാ ദിവസമാണ്? തനിക്ക് വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് 2 സ്പൂണും കൂടെ വേണം. ഇയാൾ ഇപ്പൊ തന്നെ ഓർമ്മയാണ്. കള്ളുപിടിക്കാൻ പോയി. എന്നെ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ ചാണാണ്, എന്റെ ഇപ്പഴത്തെ കയ്യിൽ വളമാണ്. ശരിക്കത് കപ്പട്ടം ഞാൻ. മോഹൻലാലും ഇന്നസെന്റും വെള്ളമടിക്കാൻ പോയോ? ആരാണ് ക്ലാസ്സിൽ കിടന്ന് വെള്ളമുണ്ടാക്കുന്നേ? ക്ലാസ്സിൽ കിടന്നാരാ വെള്ളമുണ്ടാക്കുന്നേന്ന്? എന്റെ തൊട്ട് സാറ് ഞാൻ ബഹളമുണ്ടാക്കിയതല്ല. കഷ്ടകാലത്തിന് നിയമിക്കപ്പെട്ടത് അറിയാതൊരു അബദ്ധമായി പോയി. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സത്യം. രാജനാഥന ക്ലാസ്സിൽ കിടന്നല്ല ഏമ്പക്കപ്പെടുന്നേ. എനിക്ക് ബലാത്സംഗം ചെയ്യണം. കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ടപ്പോൾ 1-2 പെണ്ണുങ്ങളെയെങ്കിലും ബലാത്സംഗം ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. നിന്റെ പഴയ കാലമല്ല. എനിക്കിവിടെ ആരാ ക്ലാസ്സിൽ കിടന്ന് തെറി പറയുന്നേ? ക്ലാസ്സിൽ കിടന്നാരാ തെറി പറയുന്നതെന്ന്? എക്സ്ക്യൂസ് മീ സാർ, എന്റെ പുറകിലിരുന്ന് ഈ മണിയമ്പിള്ള രാജു എന്റെ തലയ്ക്ക് തോണ്ടുന്നു സാർ. മണിയമ്പിള്ളേ, നീ തലയ്ക്ക് തോണ്ടിയോടാ? തോണ്ടിയോന്ന്? എന്റെ അമ്മ, നിങ്ങൾ ആരുക തിന്നരുത്, തൂറരുത്, പഠിക്കരുത്, ഒരുമാതിരി പോക്കൃത്രം കാണിക്കരുത്. അവിടെ ചെന്നപ്പോ കളവണ വർത്തമാനം. ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടിയാ ഞാൻ മട്ടം. നിങ്ങളുടെ തലയെ തോണ്ടിയതേ പുറകിരുന്ന് നരേന്ദ്രപ്രസാദ് അങ്ങോട്ടേ പോയി. എക്സ്ക്യൂസ് മീ സാർ, ഈ പിച്ചക്കാരൻ താടിക്കാരനോട് 2 വർത്തമാനം എനിക്ക് പറയണം. സാർ എനിക്ക് അതിന് അനുവാദം തരണം. നീ ഇതൊരു പറഞ്ഞു. ഓർമ്മയുണ്ടോ നിനക്ക് ഈ മുഖം? കാണല്ല, ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങിയതല്ലേ നിന്റെ ഈ ശരീരത്തെ കൂടി. മാധവൻ, നിന്റെ ഈ കോപം പാപമാണ്. 180 നീളമുള്ള ശരീരം കൊച്ചി കായലിലോ ഡൽഹിയിലെ ഏതെങ്കിലും അഴുക്കിച്ചാലിലോ കിടന്ന് പടയുന്നത് കാണാൻ എനിക്കാവില്ല. തിരിച്ചു പോകാൻ. കിടന്ന അതിൻ്റെ മോനെ സുരേഷ് ഗോപി, ആവശ്യമില്ലാത്ത കാര്യത്തെ വെറുതെ കിടന്ന് ചളവാന്ന് വർത്താനം പറഞ്ഞ് ആവശ്യമില്ലാത്ത അടിയൊന്നും നീ ഉണ്ടാക്കി വെക്കണ്ട. നിന്റെ ഈ ടൈറ്റായിട്ട് കിടക്കുന്ന പാൻറ്റുണ്ടല്ലോ, ഏതെങ്കിലും ഒരുത്തൻ പത്ത് പിടിച്ച ഊരി നിലത്ത് വീഴും. നിന്നോടാണ് ഇടയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു. എന്താണ് അവിടെ? എന്താണ് പേഴ്സണലായിട്ട് ഞാൻ പറയുക? ആരാണ് പേഴ്സണലായിട്ട് പറയണ്ടേ? പേഴ്സണലായിട്ട് ഞാൻ പറയുക, നിങ്ങളെനിക്കറിയാമെന്ന് കേട്ടല്ല, തെന്നി പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് താൻ ഞങ്ങളെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് ഇത് അപകൃത്തം കാണിക്കുകയാണോ? ഉള്ള നേരത്തെ ഹിന്ദി പഠിപ്പിക്കണോ? ലാൽവേസ് പറഞ്ഞ ശരിയാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാം. എടാ മാമ പോയി രാജാ ദശരഥനെ രാംപൂ എന്ന് പറഞ്ഞ എന്താടാ? എടാ മാമ പോയി രാംപൂ എന്ന് പറഞ്ഞ എന്താണ്? നിന്നോട് ചിരിക്കാനല്ല പറഞ്ഞത്. രാംപൂ. Allah
പറച്ചോനെ ഒരേ അവസ്ഥ നായിന്റെ മോനെ രാംകോ എന്ന് പറഞ്ഞാൽ എന്താണ് രാംകോ സിവഞ്ചി കുറച്ചെടുത്തിട്ട് വാക്കത്ത് കുത്തി കിടന്നു ലാസ്റ്റ് വാസ അത് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ വഴി കുത്തി കെട്ടിയണി എടാ ബാലചന്ദ്ര മേനോനി നിന്റെ കലം എവിടെ പോയടാ എടാ കലം